സ്തോത്രം. കർത്താവിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം നകത്ത് കർത്താവ് ഇങ്ങനെ പറയുക, ഐ ആം ദ ട്രൂ ഗ്രേപ്പ് വൈൻ ആൻഡ് മൈ ഫാദർ ഇസ് ദ ഗാർഡനർ. ഹല്ലേലൂയ എന്ന് വായിച്ച്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ആമേൻ. യേശു കർത്താവായ മുന്തിരിവള്ളിയും തോട്ടക്കാരനായ പിതാവായ ദൈവം. ഹല്ലേലൂയ. ചിന്തിച്ചേ, തോട്ടക്കാരന് ഗാർഡനർ ആയ പിതാവ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നു, പോറ്റുന്നു, വളർത്തുന്നു, കൃഷി ചെയ്യുന്ന ഒരു നല്ല തോട്ടക്കാരനായ അപ്പനും മുന്തിരിവള്ളിയായ യേശു കർത്താവും. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുക, 2-ാം വാക്യം പറയുക, ഹി കട്ട്സ് ഓഫ് എവ്രി ബ്രാഞ്ച് ഓഫ് മൈൻ ദാറ്റ് ഡസൻറ്റ് പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് ഹി പ്രൂൺസ് ദ ബ്രാഞ്ചസ് ദാറ്റ് ഡു ബെയർ ഫ്രൂട്ട് so they will produce even more. വായിച്ച് 2. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ആമേൻ. സോ അപ്പോൾ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുന്നത് 1, ഫലം കായ്ക്കാത്തതിനെ വെട്ടിമാറ്റുന്നു. 2, ഫലം കായ്ക്കുന്നതിനെയോ മുറിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരു പ്രൂണിങ് പ്രോസസ്സ്, നമ്മൾക്കറിയാം. പ്രൂണിങ് പ്രോസസ്സ് വരുമ്പോൾ ഒരു റോസച്ചെടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ സൈഡിൽ നിന്നൊക്കെ വെട്ടിയും ഒക്കെ കൊടുക്കും. എന്തിനാ? അത് ആ മഴക്കാലം വരുമ്പോഴോ അല്ലെങ്കിൽ അത് കായ്ക്കേണ്ട സമയം വരുമ്പോഴോ അത് നല്ല വൃത്തിയായിട്ട് അത് പൂ വരാനും ഒക്കെ നമ്മളൊന്ന് മുറിച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് ആ ചെടി, ഏത് ചെടിയാണെങ്കിലും അതിനകത്ത് പെട്ടെന്നൊന്ന് പൊട്ടി മുളയ്ക്കുന്നതും ഒന്ന് വൃത്തിയായി നിറച്ച് ഫലം പുറത്തു വരുന്നത്. എന്നിട്ട് കർത്താവ് പറയുക, വേറൊരിതുണ്ട്, കൊള്ളാത്തതിനെയൊക്കെ വെട്ടി മാറ്റി ദൂരെ അങ്ങ് കളയും. ഹല്ലേലൂയ. 3-ാം വാക്യത്തിനകത്ത് പറയുന്നു, യു ഹാവ് ഓൾറെഡി ബീൻ പ്രൂൺഡ് ആൻഡ് പ്യൂരിഫൈഡ് ബൈ ദ മെസ്സേജ് ഐ ഹാവ് ഗിവൻ യു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പം ഇനി ആരും പറഞ്ഞ് നമ്മളെ കളിപ്പിക്കാൻ ഇടയാവല്ല. ദേ നിങ്ങളെ മുറിച്ച് നുറുക്കുക. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പം ആരെങ്കിലും വന്ന് അത് നിങ്ങളെ മുറിക്കുക, നിങ്ങളെ ചെത്തി വെടുപ്പാക്കുക. നോ, അങ്ങനെയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ വചനം കേട്ടതുകൊണ്ട് നിങ്ങൾ ചെത്തി വെടിപ്പായവരാ. ഇനി നിങ്ങളൊരു പ്രോസസ്സിലൂടെ അപ്പം നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മളൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, നമ്മൾ ദൈവവചനം കേട്ട് നമ്മൾ വൃത്തിയാക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം കേട്ടതുകൊണ്ട് നമ്മൾ പ്രൂണിങ് പ്രോസസ്സിലൂടെ കടന്നു പോയവർ, കർത്താവിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിച്ചു. അല്ലെ, നമ്മളെ മുറിച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ചു. ഏതാണ്? കർത്താവിൻ്റെ വചനം. നമ്മൾ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പം ചിലവർ പറയും, ആ വിഷയമോ, നിങ്ങൾ കടന്നു പോകുന്ന ചിലപ്പോൾ ഏതെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, പ്രതികൂലം ഏതെങ്കിലും അവസ്ഥയായിരിക്കും. ചിലപ്പോൾ അത് വലിയ നല്ലതൊന്നും ആയിരിക്കത്തില്ല. അതിനകത്ത് ചിലപ്പോൾ നമ്മളൊരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പം ചിലപ്പോൾ നമുക്ക് വേദന കാണും, ഒരു പഠിപ്പീര് കാണും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ അത് നമ്മളെ പ്രൂൺ ചെയ്യുവല്ല. കർത്താവ് നമ്മളോട് ഇഷ്ടമില്ല നമ്മളെ മുറിച്ചുകൊണ്ടിരിക്കുവല്ല. നോ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നമ്മളുടെ അകത്തുള്ള എല്ലാത്തിനെയും ചെത്തി വെടുപ്പാക്കി മിനുസപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മളെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ നമ്മളെ ഒരു ശോധനയിൽ കൂടെ കടത്തിവിട്ട് നമ്മളെ ദൈവം നേരെയാക്കുവല്ല. നോ, നമ്മളൊരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പം അതൊരു പ്രോസസ്സ്. ഹല്ലേലൂയ. നമ്മൾ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് കൈകാര്യം ചെയ്ത് കർത്താവിൻ്റെ കൃപയിലൂടെ നമ്മൾ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യുക. അതിനകത്തുള്ള ഓരോ അനുഭവങ്ങൾ, ചിലപ്പോൾ അതിനകത്ത് വേദന കാണും, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണും. അതിനകത്ത് നമ്മൾ ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നതേ ഉള്ളൂ. പക്ഷെ കർത്താവിൻ്റെ വചനം നമ്മളെ കഴുകി വെടുപ്പാക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കർത്താവ് അവിടെ പറയുവാണ്, ഹല്ലേലൂയ, യു ഹാവ് ഓൾറെഡി ബീൻ പ്രൂൺഡ് ആൻഡ് പ്യൂരിഫൈഡ് ബൈ ദ മെസ്സേജ് ഐ ഹാവ് ഗിവൻ യു. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ദൈവവചനമാണ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അകത്തെ മലിനപ്പെട്ടതെല്ലാം ചെത്തി വെടുപ്പാക്കി മിനുസമാക്കി നമ്മൾ ശുദ്ധമായി ഇരിക്കുന്നത്. പക്ഷെ നമ്മളല്ലാതെ നമ്മൾ കടന്നു പോകുന്നത്, അതിനകത്ത് നമ്മൾ
ദൈവവചനം കേൾക്കുന്നതിൻ്റെ ഇടയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ശോധന, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിനകത്തൂടെ കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകുന്നത് ചിലപ്പം വിഷമം ഉണ്ടാകുമായിരിക്കും, സങ്കടങ്ങൾ കാണും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും, വേദനകളോ സംശയങ്ങളോ ഒക്കെ കാണും. പക്ഷേ അത് നമ്മളെ തിന്മയ്ക്കായിട്ടല്ല, നമ്മൾ ആ കടന്നു പോകുന്ന പ്രോസസ്സാണ്. ഹല്ലിയ, അതല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ദൈവവചനമാണ് നമ്മളെ ചെത്തി വെടുപ്പാക്കി ശുദ്ധീകരിക്കുന്നത്. കർത്താവ് നമ്മളെ ശോധനയ്ക്കകത്തൂടെ ഇട്ട് നമ്മളെ ഇടിച്ചും നുറുക്കിയും പപ്പടമാക്കിയും അല്ല നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. അതൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഹല്ലിയ, കർത്താവിൻ്റെ വചനമാ നമ്മളുടെ അകത്ത് വേണ്ടാത്തതിനെ മുറിച്ചും കളഞ്ഞും മാറ്റിയും വെടുപ്പാക്കിയും മിനുസപ്പെടുത്തി കൊള്ളുന്നവരാക്കി എടുക്കുന്നത്. കർത്താവ് നോവിച്ചിട്ടും അടിച്ചിട്ടും രോഗം തന്നിട്ടും ഒന്നുമല്ല നമ്മളെ കർത്താവിൻ്റേതാക്കി എടുക്കുന്നത്. അത് നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. മനുഷ്യരായത് കാരണം പലതിലൂടെയും കടന്നു പോകുന്നു. പക്ഷെ അതിനകത്തെല്ലാം ദൈവം നമ്മളെ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കരുതി അതിനകത്ത് ഒരു പോറല് പോലും വരാതെ നമ്മളെ പുറത്തു കൊണ്ടിരുന്നുണ്ട്. അപ്പം 2 തരം മിനുസപ്പെടുത്തൽ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്ന്, ഫലം കായ്ക്കാത്തതിനെ മുറിച്ച് മാറ്റും. പക്ഷെ ഫലം കായ്ക്കുന്നതിനെയോ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അല്ലെ ആ പ്രോസസ്സിനകത്ത് നമുക്കെല്ലാം കരുതിയിട്ടുണ്ട്. ഹല്ലിയ, ദൈവത്താൽ നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലിയ നമുക്കറിയാം അതിനകത്ത് എല്ലാ കരുതലും എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നും ലഭിക്കാതെ പോകത്തില്ല. ദൈവവചനമാണ് നമ്മളെ കഴുകി മിനുസപ്പെടുത്തി ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് കർത്താവ് അവിടെ പറയുക, റിമെയിൻ ഇൻ മീ ആൻഡ് ഐ വിൽ റിമെയിൻ ഇൻ യു. 4-ാം വാക്യം. ആൻഡ് ഫോർ എ ബ്രാഞ്ച് കനോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഇഫ് ഇറ്റ് ഇസ് സിവേർഡ് ഫ്രം ദ വൈൻ ആൻഡ് യു കനോട്ട് ബി ഫ്രൂട്ട്ഫുൾ അൺലെസ് യു റിമെയിൻ ഇൻ മീ. വായിച്ച് 4. എന്നിൽ വസിപ്പിൻ, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പം വാസം ചെയ്താലേ ഫലം കായ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വസിച്ചാൽ, ഒന്നായി വസിച്ചാൽ, കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ ഓരോരുത്തരും മുന്തിരി കൊമ്പുകളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മുന്തിരി വള്ളിയോട് മുന്തിരി കൊമ്പ് ഇണങ്ങിച്ചേർന്ന് ഒന്നായി ഇരുന്നാലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. മുന്തിരിവള്ളിയായ കർത്താവിനോട് മുന്തിരി കൊമ്പുകളായ നമ്മൾ ഓരോരുത്തരും പറ്റിച്ചേർന്നാൽ മാത്രമേ നമ്മളിൽ എന്തെങ്കിലും ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ മുന്തിരിക്കൊമ്പ് മുന്തിരിവള്ളിയോട് കുറച്ച് നാൾ പറ്റിച്ചേർന്നു, പിന്നെ കുറച്ച് നാൾ പറ്റിച്ചേരാതിരുന്നാൽ മുന്തിരിക്കൊമ്പിന് ബലം കാണത്തില്ല, മുന്തിരിക്കൊമ്പിലെ ഫലം കാണത്തില്ല. മുന്തിരിക്കൊമ്പ് ഇളകി 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 പോകും, ഒരു നന്മയും അതിനകത്ത് കാണത്തില്ല. കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ വസിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? നിങ്ങൾ 5-ാം വാക്യം പറയുന്നു, നിങ്ങളേറെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിനെ അറിയുന്നത് അതിൻ്റെ ഫലം നോക്കി അറിയുന്നത് അല്ലേ? ചില നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്പിൾ നോക്കിക്കേ. ആപ്പിൾ ഒരേപോലത്തെ കുറേ ആപ്പിൾ അവിടെ കൊണ്ട് വെച്ചാലും അതിനകത്ത് ചിലത് കാണും പുളിയുള്ളത്, ചിലത് കാണും മധുരമുള്ളത്. മധുരം ഇഷ്ടമുള്ളവർ പറയും ഞാൻ ഈ ആപ്പിൾ മാത്രമേ മേടിക്കത്തുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലൊരു ആപ്പിൾ മരം കൊണ്ട് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു കുരു കൊണ്ട് നിടുവാണെങ്കിൽ അതിനെ വളർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും, മധുരം ഇഷ്ടമുള്ളവരൊക്കെ പറയും എനിക്ക് ആ ആപ്പിളിൻ്റെ മരം വളർന്നാൽ മതി, അതിൻ്റെ അരി കിട്ടിയാൽ മതി, ഞാൻ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വളർത്തിക്കോളാം. എന്താ, എനിക്ക് മധുരമുള്ളത് എനിക്ക് തിന്നാൻ പറ്റും. സ്തോത്രം. നമ്മൾ വളർത്തി വരുമ്പം നമുക്കറിയാം ആ മണ്ണിനോടും എല്ലാം ഇണങ്ങിച്ചേർന്ന ആ ചെടി അത് വളർന്നു വരുമ്പം അതിന് ഫലമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫലമില്ലാതിനെ, കുറേ നാൾ ഫലമില്ലാത്തതിനെ നമ്മൾ പറയും വീട്ടിൽ വളർത്തിയിട്ട് കാര്യമില്ല, 10 വർഷമായി ഇതിവിടെ നിൽക്കുന്നു, ഇത് വെറുതെ സ്ഥലം മെനക്കെടുത്തുക, ഇതിനെ പിഴുതെടുത്ത് ദൂരെ കളയാം. പക്ഷേ ഫലം കായ്ക്കുന്നതിനെയോ ഹല്ലേലൂയ, അതിനെ സമയാസമയം വെട്ടിക്കൊടുക്കും, അതിന് വേണ്ട വളം കൊടുക്കും, അതിനെ ഓമനിച്ച് വളർത്തി അതിനെ കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ ആ ഫലം കാണുമ്പം നിറച്ചു ഫലമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്തുനിന്നെല്ലാം പെറുക്കിയെടുത്ത്
എടുത്തിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കും, നാട്ടുകാർക്ക് കൊടുക്കും, വിൽക്കും, അല്ലേ? അതിനകത്തുനിന്ന് നന്മ ലഭിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ചെത്തി വെടുപ്പാക്കി മിനുസപ്പെടുത്തി നല്ലതാക്കി അവിടെ നിർത്തും. പക്ഷെ അതിനകത്തെ ഒരു കൊമ്പിന് പോലും ഞാൻ മാറി നിന്നേക്കാം എന്നിട്ട് ഞാൻ ഫലം കായ്ക്കാം എന്ന് പറഞ്ഞാൽ അതിന് ഫലം കായ്ക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഈ മരത്തിൽ നിന്ന് അത് ഔഷധം മൊത്തം എടുക്കുന്നത്, മരത്തിൽ നിന്നെല്ലാം നന്മയും വലിച്ചെടുത്തിട്ടാണ് ഈ കൊമ്പ് ഫലം കായ്ക്കുന്നത്. ഈ കൊമ്പേൽ ഇല ഉണ്ടാവുന്നതും ഈ ഇലയുടെ അറ്റത്തും കൊമ്പിൻ്റെ അറ്റത്തുമൊക്കെ ഫലമുണ്ടാകുന്നത്. എങ്ങനെയാ ഫലമുണ്ടാകുന്നത്? ആ കൊമ്പിനെ നോക്കിയാൽ ആ കൊമ്പിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ കായ്ച്ച് 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 നിൽക്കും, അല്ലേ? അപ്പം നമ്മൾ പറയും നല്ല കൊമ്പ അത്, അല്ലേ? നല്ല കൊമ്പ. എന്താ? ആ കൊമ്പേൽ നിറച്ച് ആപ്പിൾ വന്നു. ഹല്ലേലൂയ. അപ്പം ഓരോ കൊമ്പേൽ ആപ്പിൾ ഉണ്ടാകുമ്പം നമ്മൾ പറയും ഈ കൊമ്പ് നല്ലതാ, ആ കൊമ്പ് നല്ലതാ. എന്താ? അതിൽ ഓരോന്നേൽ നിറച്ച് ഫലമുണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. നിറച്ച് ഫലമുണ്ടെങ്കിൽ കൃഷിക്കാരൻ മാത്രമല്ല ഫലം അനുഭവിക്കുന്നത്, കൃഷിക്കാരൻ മറ്റുള്ളവർക്കും ആ ഫലം വിതരണം ചെയ്യും. കർത്താവിൻ്റെ വചനം പറയുന്നു, നാം ക്രിസ്തുവായ കൊമ്പുകളായ നാം ക്രിസ്തുവായ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവനിൽ വസിക്കുമ്പോൾ നമ്മൾ വെറും ഫലമല്ല കായ്ക്കുന്നേ, ഉണങ്ങിയ ഫലമല്ല, വരണ്ട ഫലമല്ല, വല്ലപ്പോഴും ഇരിക്കുമ്പോഴല്ല ഫലം കായ്ക്കുന്നേ. പക്ഷേ അത് കാലത്ത് നിറച്ചു ഫലം കായ്ക്കും എന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ നിറച്ചു ഫലം കായ്ക്കും. എന്നിട്ട് കർത്താവ് ഉറപ്പ് പറയുക, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രകാരവും നിങ്ങൾക്കൊരു ഫലവും കായ്ക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അതിൻ്റെ 16-ാം വാക്യം പറയുന്നു, യോഹന്നാൻ 15:16 പറയുന്നു, യു ഡിഡ്ന്റ് ചൂസ് മീ, ഐ ചോസ് യു, ഐ അപ്പോയിന്റഡ് യു ടു ഗോ ആൻഡ് പ്രൊഡ്യൂസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട് സോ ദാറ്റ് ദ ഫാദർ വിൽ ഗിവ് യു whatever you ask for using my name. എന്ന് വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേ, എന്തിനാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നേ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. അപ്പം നമ്മൾ പോകണം, പോയാലേ നമ്മൾ ഫലം കായ്ക്കത്തുള്ളൂ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ കർത്താവിൽ വസിക്കുക. അപ്പം കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തി, തൻ്റെ വചനം കേട്ട് ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി, ഞാൻ വീണ്ടും പറയുന്നു, ഹല്ലിയ, രോഗം തന്നിട്ടല്ല ശുദ്ധീകരണം നടക്കുന്നേ, ജോലി കളഞ്ഞിട്ടല്ല ശുദ്ധീകരണം നടക്കുന്നേ. ഒരു വിശ്വാസത്തിൽ വരാത്ത ഒരു വ്യക്തി പോലും ഒരിക്കലും പറയല്ലേ, ജോലി പോയോ, കണ്ടോ ഇത്രയും നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊന്നും വരുന്നില്ല, ആ കർത്താവിനോടൊന്നും സ്നേഹമില്ല, അടുപ്പമില്ല, അത് കാരണം ജോലി കണ്ടോ, നിന്നെ നേരെയാക്കാനാ നിന്റെ ജോലി പോയത്. അങ്ങനെ അല്ല. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ശോധന തന്നിട്ടല്ല ഒരു മനുഷ്യരെയും നേരെയാക്കുന്നത്. കർത്താവിൻ്റെ വചനത്താൽ അത്രേ കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് നേരെയാക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ചില പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അതെന്തിനാ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിനല്ല, കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാണെങ്കിലും ആ പ്രോസസ്സിലും ഫലം കായ്ക്കും. ഹല്ലേലൂയ. എന്നിട്ട് 16-ാം വാക്യം പറയുന്നു, നിങ്ങൾ പോയി ഫലം കായ്ന്ന് പറഞ്ഞേ, ഞാൻ പോയി ഫലം കായ്ക്കും. ഞാൻ പോയാലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം എങ്ങനെയാ? നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്, എന്ന് വെച്ചാൽ തലമുറ ആ ഫലം നിലനിൽക്കും. കർത്താവിലായി ചേർന്നിരിക്കുന്ന ഒരു മുന്തിരിക്കൊമ്പ്, ഹല്ലേലൂയ, ആ കർത്താവിൽ വസിക്കുന്ന ഒരു മുന്തിരിക്കൊമ്പ്, അത് പലയിടങ്ങളിൽ പോകുമ്പോൾ അത് വിത്തിട്ട് അത് പോകുന്നത്. ഈ വിത്തൊക്കെ ഇങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, ഈ വിത്തൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും സ്തോത്രം. ഐ അപ്പോയിന്റഡ് യു ടു ഗോ ആൻഡ് പ്രൊഡ്യൂസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട്. അപ്പോൾ ഒരു അപ്പോയിൻമെന്റ്, ഒരു സ്വർഗീയ അപ്പോയിൻമെന്റ്. നമ്മൾ ജോലി സ്ഥലത്തൊക്കെ നമ്മളെ ജോലിക്ക് എടുത്താൽ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടും, അല്ലേ? അതേപോലെ തന്നെ നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. എന്തിനാ? പോയി നിലനിൽക്കുന്ന ഫലം
കായ്ക്കാൻ വേണ്ടി പോയി ഫലം കായ്ക്കണം. അപ്പം നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹല്ലിയ. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ യഥാകാലത്ത് നിറച്ച് ഫലം കായ്ക്കും. ഹല്ലേലൂയ. പോയി ഫലം കായ്ച്ച്, ഹല്ലേലൂയ, എന്നിട്ട് വചനം പറയുന്നു, സോ ദാറ്റ് ദ ഫാദർ വിൽ ഗിവ് യു വാട്ട് എവർ യു ആസ്ക് ഫോർ യൂസിങ് മൈ നെയിം. അപ്പം നമ്മൾ പോയാൽ ഫലം കായ്ക്കും. നമ്മളിങ്ങനെ പോയി നിറച്ചു ഫലം എങ്ങനത്തെ ഫലമാണ്? വചനം പറയുന്നു ലാസ്റ്റിംഗ് ഫ്രൂട്ട്, എന്നേക്കും നിലനിൽക്കുന്ന ഫലം നമ്മൾ കായ്ച്ചാൽ. ഹല്ലെ. ഇങ്ങനെ നമ്മൾ ചെയ്താൽ, ഹല്ലേലൂയ, നമ്മൾ പിതാവായ ദൈവത്തിനോട് ചോദിക്കുന്ന സകലതും, പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന സകലതും കർത്താവ് നമുക്ക് നൽകും. ഇനി ഒന്നും കൂടെ അതൊന്ന് മലയാളത്തിൽ വായിക്കാം. 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നടക്കണമെങ്കിൽ നിങ്ങൾ പോകണം. പോയിട്ട് നിങ്ങൾ അവിടെ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ പലയിടങ്ങളിൽ പോയി നമ്മൾ ഫലം കായ്ക്കുന്നവരാകുമ്പോൾ നിലനിൽക്കുന്ന ഫലം ആർക്കാ ഇത് സാധിക്കുന്നത്? മുന്തിരിവള്ളിയായ ഹല്ലേലൂയ, മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുന്ന മുന്തിരിക്കൊമ്പിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. പോകുന്ന വഴികളിലൊക്കെ ഫലം കായ്ച്ചുകൊണ്ട് പോകും. ഈ ഫലം കായ്ക്കുന്നതെല്ലാം ഓരോ ആത്മാക്കളെ, ഞാൻ പറയുന്നത് ഈ ഫലങ്ങളെല്ലാം ഓരോ ആത്മാക്കളാണ്, ഓരോ വഴിയിൽ. അപ്പം ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു മുന്തിരിക്കൊമ്പന് ഹല്ലേലൂയ പോകുന്ന ഇടങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ പറ്റും. ഓരോ വ്യക്തിയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗത്തിലെ അപ്പ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഇന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി വേണോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണോ? 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൽ അലിഞ്ഞ് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു മുന്തിരിക്കൊമ്പായിരിക്കണം. കർത്താവിൽ പറ്റിച്ചേർന്നിരിക്കുന്ന മുന്തിരിക്കൊമ്പ് ഫലം കായ്ക്കും. ജീവിതത്തെ നോക്കണം, എൻ്റെ ജീവിതത്തിൽ ഫലമുണ്ടോ എന്ന് നോക്കണം. സ്തോത്രം. ഈ ഫലം മറ്റുള്ളവർ കാണും. ഹല്ലേലൂയ. പോകണം, ഇറങ്ങിപ്പോകണം മറ്റുള്ളവർ നമ്മുടെ ഫലം കാണാൻ വേണ്ടി. ഹല്ലേലൂയ. അവരെ ഉറപ്പിക്കണം, അവരോട് മുന്തിരിവള്ളിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ക്രിസ്തുവായ മുന്തിരിവള്ളിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. പറഞ്ഞു കൊടുത്ത് ഉറപ്പിച്ച് പോകുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നാം ചോദിക്കുന്നതിന് ഒക്കെ കർത്താവ് മറുപടി തരും. എങ്ങനെ മറുപടി തരുമെന്നറിയോ? നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ. അപ്പം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സ്തോത്രം, വെറുതെ എവിടെയെങ്കിലും വേര് പിടിച്ച് നിൽക്കാനല്ല. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഫലം കായ്ക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ പലയിടങ്ങളിൽ പോയാൽ മാത്രമേ നമ്മളെ കർത്താവിന്, ഹല്ലേലൂയ, ലോകത്തിന് ഇത് കണ്ടോ, ഇതാണ് എൻ്റെ മുന്തിരിക്കൊമ്പ്, എന്നിൽ വസിക്കുന്ന മുന്തിരിക്കൊമ്പ് ഇതാണ്, കണ്ടോ, അവളുടെ ഫലം കണ്ടോ, അവൻ്റെ ഫലം കണ്ടോ എന്ന് പറഞ്ഞ്, ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ സാക്ഷികളായി തീരുവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ കാണിക്കുക, കണ്ടോ എൻ്റെ ഫലം നിങ്ങൾ നോക്ക്. അതാണ് പൗലോസ് പറയുന്നത് കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് പറയുന്നത്, വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ഞങ്ങൾ മുദ്രപത്രങ്ങൾ, ഞങ്ങൾ പത്രങ്ങൾ അല്ലേ, വി ആർ ന്യൂസ് പേപ്പേഴ്സ്. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ്. എന്തിനാണ്? ഈ അത്യുന്നതപരമായ ശക്തി ഞങ്ങളിൽ വസിച്ചിട്ട് ഞങ്ങളുടെ കഴിവാലല്ല, പക്ഷേ ഈ അത്യുന്നതപരമായ ശക്തി ഞങ്ങളിലിരുന്ന് ഏറെ ഫലം കായ്ക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട്. ഈ എന്നേക്കും നിലനിൽക്കുന്നതായ 2 കൊരിന്ത്യരുടെ ലേഖനം 4-ാം അധ്യായത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, 2 Corinthians chapter 4 ഇതിനകത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു, we now have this light shining in our hearts
but we ourselves are like fragile clay jars containing this great treasure. ഈ ഭയങ്കര ഈ ശക്തി ഞങ്ങളുടെ അകത്തുള്ളത് കാരണം ഹാലലൂയ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ശക്തിയാണ് ഞങ്ങളിൽ നിന്ന് ഫലം കായ്ക്കുന്നത്, ഞങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പം മുന്തിരി വള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുന്ന മുന്തിരിക്കൊമ്പിന് ഏറെ ശക്തിയാണ്. ഹാലലൂയ ഞങ്ങൾ ഓരോരുത്തരും അംബാസഡേഴ്സായിട്ട്, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായിട്ട് ഞങ്ങൾ നിൽക്കുക. ഹാലലൂയ ഈ അംബാസഡേഴ്സായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർ നോക്കിയിട്ട് പറയും, കൊള്ളാവല്ലോ ഈ മുന്തിരി കൊമ്പിന് ഏറെ ഫലമുണ്ട്. ഈ ഫലം നമ്മളുടെ ഓരോരുത്തരുടെയും ഫലം 2 കൊരിന്ത്യർ 5:20. സോ വി ആർ ക്രൈസ്റ്റ് 5:20. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുയേശുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് കണ്ടോ, ക്രിസ്തു യേശുവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികൾ. വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ഞങ്ങളിലൂടെ അപ്പീൽ ചെയ്യുക. ഹല്ലേലൂയ. ഞങ്ങളിലൂടെ ലോകത്തിനോട് ഈ മുന്തിരിക്കൊമ്പായ എന്നിലൂടെ എൻ്റെ ഫലം ലോകത്തിന് കാണിച്ചിട്ട് എന്നിലൂടെ അപ്പീൽ ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഫലം കൊള്ളാത്തതും അഴുക്ക് പിടിച്ചതും ഒക്കെ ആണെങ്കിൽ ലോകത്തിന് നമ്മളിൽ കണ്ടിട്ട് എന്തെങ്കിലും കണ്ടു പഠിക്കാനുണ്ടോ? ഒന്നുമില്ല കണ്ടുപഠിക്കാൻ. പക്ഷേ നമ്മളുടെ സാക്ഷ്യങ്ങൾ, നമ്മളിൽ നിന്ന് വരുന്ന ഫലങ്ങൾ കണ്ടിട്ട്, നമ്മളിൽ വന്ന മാറ്റങ്ങൾ കണ്ടിട്ട്, നമ്മളെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്ന് കണ്ടിട്ട് വേണം ലോകം നോക്കിയിട്ട് പറയാൻ, കൊള്ളാമല്ലോ ഇവരുടെ ഫലം നല്ലതാ, ഇതിൽ നിന്ന് ഞങ്ങളൊന്ന് പറിച്ച് തിന്നട്ടെ. ഹല്ലേലൂയ. അവരാ രുചി അറിയുമ്പോൾ അവർ പറയും, ഉയ്യോ മറ്റ് ഫലമൊന്നും രുചിയില്ല, ഞങ്ങൾക്കിത് മതി, ഇതിൻ്റെ വിത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വളർത്തിയാൽ മതി. ഹല്ലേലൂയ. ഞങ്ങൾക്കും ഈ ഫലം അനുഭവിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ വാഴുന്ന ക്രിസ്തുവിനെ അവരും പറിച്ചെടുത്ത് അവരും ആ വള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുന്ന മുന്തിരിക്കൊമ്പുകളായി തീരും. ഏറെ ഫലം കായ്ക്കാൻ അവരും തുടങ്ങും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങളേറെ ഫലം കായ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ഏറെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എന്നെ തിരഞ്ഞെടുത്തിരിക്കുക ഏറെ ഫലം കായ്ക്കാൻ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, കർത്താവിൻ്റെ വചനം എന്നെ ശുദ്ധീകരിച്ചിരിക്കുക. ഈ ശുദ്ധീകരണം നടന്നതുകൊണ്ട് ഞാൻ ഏറെ ഫലം ഞാൻ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു പ്രോസസ്സിലൂടെ കടന്നു പോയാലും മറ്റുള്ളവർ പിറുപിറുക്കും, കുറ്റം പറയും, ബഹളം വെക്കും. പക്ഷേ ഞാൻ ആ പ്രോസസ്സിലൂടെ എനിക്കറിയാം, ഹല്ലേലൂയ, കർത്താവ് എന്നെ ശോധന തന്നല്ല എന്നെ ശുദ്ധീകരിക്കുന്നത്, തൻ്റെ വചനം എന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ കടന്നു പോകുന്നതിനകത്ത് ഞാൻ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ലോകക്കാരെൻ്റെ ഫലം കണ്ടിട്ട് അവർ പറയും, ഞങ്ങൾക്കും ഈ മുന്തിരി വള്ളിയെ മതി, ഞങ്ങൾക്കും ഈ ക്രിസ്തുവിനെ മതി. ഹല്ലേലൂയ. ഞങ്ങൾക്കും അവനിൽ വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിൽ വസിച്ച് ഞാൻ ഏറെ ഫലം കായ്ക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഫലം ഏറ്റവും നല്ലതായിരിക്കട്ടെ. ക്ഷമ. ആ ഫലത്തിനെ കുറിച്ച് പറയുമ്പം ഗലാത്യരുടെ ലേഖനം 5:22-23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പം അതിനകത്ത് ആ ഫലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആ ഫലം ഹല്ലേലൂയ, സന്തോഷം, സമാധാനം അല്ലേ. 22 വാക്യം സ്നേഹം, ആത്മാവിന്റെ ഫലമോ ഫലം. അപ്പൊ ഈ ഫലമൊക്കെ നമ്മളിൽ നിന്ന് കായ്ക്കണം. ഏതൊരു അവസ്ഥയ്ക്കകത്തും ചില മുന്തിരിക്കൊമ്പിനെയൊക്കെ പിടിച്ചങ്ങോട്ട് ഞെക്കുമ്പോഴാണ് അറിയുന്നത് അകത്തുനിന്ന് ഇങ്ങനെ പൊട്ടുന്ന ദേഷ്യമൊക്കെ പുറത്തു വരുന്നത്. അല്ല, കർത്താവ് പറഞ്ഞ ഏറെ ഫലം കായ്ക്കാൻ. എന്നിട്ട് വായിച്ചത് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. കണ്ടോ, ഈ 9 ഫലം ഏറെയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കണം. അപ്പം മുന്തിരി വള്ളിയോട് പറ്റിച്ചേർന്ന് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പ് ഏത് സമയത്തും ഈ 9 ഫലം ഏറെ കായ്ക്കും. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ തനി രൂപം മനസ്സിലാകുന്നത് അല്ലേ. ഹല്ലേലൂയ. പക്ഷെ നമ്മളുടെയോ ക്രിസ്തുവിൽ വസിക്കുന്ന മുന്തിരിക്കൊമ്പിനെ ഏത് പാതിരാത്രിക്ക് പിടിച്ചു ഞെക്കിയാലും
ഫലം പുറത്തു വരുന്ന ഈ 9 ഫലങ്ങളിൽ ഏതെങ്കിലും ഫലങ്ങളായിരിക്കണം പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ദീർഘക്ഷമ പുറത്തു വരണം. ചുറ്റിനും എന്തും നടക്കട്ടെ, ക്ഷമയോടെ മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. ദേഷ്യമല്ല, പിറുപിറുപ്പല്ല, കുറ്റം പറച്ചിലല്ല, അയ്യോ കഷ്ടം ഇതിങ്ങനെയാണല്ലോ എന്ന് പറച്ചിലല്ല, പക്ഷേ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. സ്നേഹം ത്തിൻ്റെ വിത്ത് ഇടണം. സമാധാനം, സ്വസ്ഥത, അല്ലേ? 9 ഫലം. കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിക്കുന്നവൻ ഈ ഫലം ഏറെയായിട്ട് പുറത്തു വരുത്തും. ഈ ഫലം ഏറെയായി പുറത്തു വരുമ്പം മറ്റുള്ളവർ കണ്ടിട്ട് പറയും, ഇവർ കൊള്ളാമല്ലോ, ഇവരെ പോലെ ഞങ്ങൾക്കുമാകണം. കണ്ടോ, അവർ പ്രതികരിച്ചത് കണ്ടോ എങ്ങനെയാണെന്ന്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഏറെ ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. നമ്മൾ ഓരോരുത്തരും നടക്കുന്ന സുവിശേഷങ്ങളാണ്. ഹല്ലേലൂയ. സദ്വാർത്തകളാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ സദ്വാർത്തയാണ്. നമ്മളെ കണ്ടിട്ട് വേണം, ഹല്ലേലൂയ, നമ്മുടെ ഫലം കണ്ടിട്ട് വേണം, ഹല്ലേലൂയ, ലോകത്തിന് പറയാൻ ഞങ്ങൾക്കും ഈ സദ്വാർത്ത വേണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഏറെ ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.